ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ വികസന കുതിപ്പിന് കരുത്തു പകരുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാടിന് സമർപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശിലെ അമരാവതിയിൽ 58,000 കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആരെയും രാജ്യം വെറുതെ വിടില്ലെന്ന് കേന്ദ്രമന്ത്രി അമിത് ഷാ. US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗുമായി സംസാരിച്ചു. സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തിന് പിന്തുണ. വേവ്സ് ഉച്ചകോടിയിൽ പ്രഥമ ആഗോള മാധ്യമ സംവാദം ഇന്ന്. ഡോക്ടർമാർ രോഗികൾക്ക് ജനറിക് മരുന്നുകൾ മാത്രമേ നിർദ്ദേശിക്കാവൂവെന്ന് സുപ്രീം കോടതി. ഏതെങ്കിലും പ്രത്യേക ബ്രാൻഡ് നിർദ്ദേശിക്കാൻ പാടില്ലെന്നും ഉത്തരവിട്ടു. വാർത്തകൾ വിശദമായി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാടിന് സമർപ്പിക്കും. രാവിലെ 11-ന് വിഴിഞ്ഞം തുറമുഖത്ത് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി സർബാനന്ദ സോണോവാൾ, കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, മന്ത്രിമാർ, MPമാർ, MLAമാർ തുടങ്ങി നിരവധി പേർ പങ്കെടുക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. വിഴിഞ്ഞം തുറമുഖം നാടിന് സമർപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ 7:45 തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. ഇന്ന് രാവിലെ 10:15 വിഴിഞ്ഞത്തെത്തുന്ന പ്രധാനമന്ത്രി വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ വീക്ഷിച്ച ശേഷമാകും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുക. പൊതുജനങ്ങൾക്ക് ചടങ്ങ് വീക്ഷിക്കുന്നതിന് ഉദ്ഘാടന വേദിക്ക് ഇരുവശത്തുമായി പവലിയനുകളും സജ്ജമാക്കിയിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. 3 മാസത്തോളം നീണ്ട ട്രയൽ റണ്ണിൽ തന്നെ വാണിജ്യാടിസ്ഥാനത്തിൽ തുറമുഖം പ്രവർത്തനം ആരംഭിച്ചിരുന്നു. 263 കപ്പലുകൾ വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടു. 2028 മറ്റ് 3 ഘട്ടങ്ങൾ കൂടി പൂർത്തീകരിക്കുന്നതോടെ വിഴിഞ്ഞം തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകും. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് കനത്ത സുരക്ഷ. 4200ഓളം പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. കടലിൽ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ കപ്പലുകളിൽ സുരക്ഷയൊരുക്കുന്നു. വ്യോമസേനയുടെ പ്രത്യേക വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും വിന്യസിച്ചിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് ചടങ്ങ് വീക്ഷിക്കുന്നതിന് ഉദ്ഘാടന വേദിക്ക് ഇരുവശത്തുമായി പവലിയനുകൾ സജ്ജമാക്കി. തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിവരെ ഗതാഗത നിയന്ത്രണമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശിലെ അമരാവതിയിൽ 58,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. 6 ദേശീയപാതകൾക്കും 1 റെയിൽവേ പദ്ധതിക്കും തറക്കല്ലിടും. 7 ദേശീയപാതകൾ ഉദ്ഘാടനം ചെയ്യും. നിയമസഭ, ഹൈക്കോടതി, പാർപ്പിട സമുച്ചയങ്ങൾ ഉൾപ്പെടെ അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്കും തറക്കല്ലിടും. ആന്ധ്രയിലെ നാഗയലങ്കയിൽ മിസൈൽ പരീക്ഷണ കേന്ദ്രത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിടും. രാജ്യത്ത് നിന്നും ഭീകരവാദം തുടച്ചു നീക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ന്യൂഡൽഹിയിൽ ഇന്നലെ ബോഡോ നേതാവ് ബോഡോഫ ഉപേന്ദ്രനാഥ് ബ്രഹ്മയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആരെയും രാജ്യം വെറുതെ വിടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. कश्मीर पर पड़ी आतंकवाद की छाया हो, हर चीज का मजबूती के साथ हमने जवाब दिया. और अगर कोई एक कायराना हमला कर ये समझता है कि हमारी बड़ी जीत है, तो एक बात मन से समझ लीजिए, ये नरेंद्र मोदी सरकार है, किसी को बख्शा नहीं जाएगा. इस देश की इंच इंच भूमि पर से आतंकवाद को मूल समेत उखाड़ने का हमारा संकल्प है. ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് ശക്തമായ പിന്തുണ അറിയിച്ച് അമേരിക്ക. പഹൽഗാമിലെ ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ഇന്നലെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗുമായി സംസാരിച്ചു. ഇന്ത്യയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തെ പിന്തുണയ്ക്കുന്നതായും ഹെക്സത്ത് പറഞ്ഞു. ഭീകര സംഘടനകളെ പിന്തുണയ്ക്കുന്ന ചരിത്രമാണ് പാകിസ്ഥാനുള്ളതെന്ന് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് US പ്രതിരോധ സെക്രട്ടറിയോട് പറഞ്ഞു. കഴിഞ്ഞ മാസത്തെ റെക്കോർഡ് GST വരുമാനം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശക്തമായ നിലയെയും സഹകരണ ഫെഡറലിസത്തിന്റെ ഫലപ്രാപ്തിയെയും പ്രകടമാക്കുന്നുവെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ഏപ്രിലിലെ മൊത്ത GST വരുമാനം 2.36 ലക്ഷം കോടി രൂപയായി. കഴിഞ്ഞ വർഷം ഏപ്രിലിനെ അപേക്ഷിച്ച് 12.6% വർധനമാണ് ഇത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഡോക്ടർമാർ രോഗികൾക്ക് ജനറിക് മരുന്നുകൾ മാത്രമേ നിർദ്ദേശിക്കാവൂ എന്ന് സുപ്രീം കോടതി. ഏതെങ്കിലും പ്രത്യേക ബ്രാൻഡ് നിർദ്ദേശിക്കാൻ പാടില്ലെന്ന് കോടതി ഉത്തരവിട്ടു. രാജ്യത്തെ മരുന്ന് നിർമ്മാണ കമ്പനികളുടെ വിപണന രീതികൾ നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയായിരുന്നു നിർദ്ദേശം. ജസ്റ്റിസുമാരായ സന്ദീപ് മേത്ത, വിക്രംനാഥ്, സഞ്ജയ് കരോൾ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. വോട്ടർ പട്ടികയുടെ കൃത്യത മെച്ചപ്പെടുത്താനും വോട്ടെടുപ്പ് കൂടുതൽ സുഗമമാക്കാനും പുതിയ നടപടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. BLOമാർക്ക് തിരിച്ചറിയൽ കാർഡ്, വോട്ടർ സൌഹൃദ സ്ലിപ്പുകൾ, മരണ രജിസ്ട്രേഷൻ ഡാറ്റ ഉപയോഗപ്പെടുത്തി വോട്ടർ പട്ടിക പുതുക്കൽ എന്നിവയാണ് പുതിയ നടപടികൾ. ആഗോള മാധ്യമ വിനോദ മേഖലയിലെ രാജ്യത്തിന്റെ ഇടപെടലുകളിൽ സുപ്രധാന നാഴികക്കല്ല് സൃഷ്ടിച്ചുകൊണ്ട് വേവ്സ് ഉച്ചകോടിക്ക് മുംബൈയിൽ തുടക്കമായി. ഉച്ചകോടിയുടെ ഭാഗമായി പ്രഥമ ആഗോള മാധ്യമ സംവാദം ഇന്ന് നടക്കും. 60-ലധികം രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കും. കേന്ദ്രമന്ത്രിമാരായ S. ജയശങ്കർ, അശ്വിനി വൈഷ്ണവ്, L. മുരുകൻ തുടങ്ങിയവരും പങ്കെടുക്കും. 4 ദിവസത്തെ വേവ്സ് ഉച്ചകോടി ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഉച്ചകോടിയോട് അനുബന്ധിച്ച് ഒരുക്കിയ പരിപാടിയിൽ ബോളിവുഡ് താരങ്ങളായ ഷാരൂഖ് ഖാനും ദീപിക പദുക്കോണും ചലച്ചിത്ര നിർമ്മാതാവ് കരൺ ജോഹറുമായി ആശയവിനിമയം നടത്തി. ഉച്ചകോടി സാധ്യമാക്കിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഷാരൂഖ് ഖാൻ നന്ദി അറിയിച്ചു. I think you always need, this is, first of all, it's outstanding that this initiative has come from the Honorable Prime Minister himself and he took the initiative. Otherwise, film industry wale to yahi rote rehte hain ki hum to industry status kab doge. And in times when I think filmmaking has become more difficult, it has become more and more arduous to be able to get audiences to come into theatres in large numbers because there are so many other platforms. So I think we should think of filmmaking as for all platforms. ഇന്ത്യയിൽ സൃഷ്ടിച്ച 45 കോടി മണിക്കൂർ വരുന്ന ഉള്ളടക്കം വിദേശ യൂട്യൂബ് ഉപയോക്താക്കൾ കണ്ടതായി യൂട്യൂബിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നീൽ മോഹൻ മറ്റൊരു സംവാദ പരിപാടിയിൽ പറഞ്ഞു. 3 വർഷത്തിനിടെ യൂട്യൂബ് ഏകദേശം 21,000 കോടി രൂപ ഉള്ളടക്ക സൃഷ്ടാക്കൾക്ക് നൽകിയെന്നും അദ്ദേഹം അറിയിച്ചു. വേവ്സ് ഉച്ചകോടിയുടെ ഭാഗമായി ബോളിവുഡ് താരം അക്ഷയ് കുമാർ നിയന്ത്രിച്ച സംവാദ പരിപാടിയിൽ ഹേമമാലിനി, മോഹൻലാൽ, ചിരഞ്ജീവി തുടങ്ങിയ താരങ്ങൾ പങ്കെടുത്തു. കലാമൂല്യമുള്ള സിനിമകളും വിനോദമൂല്യമുള്ള സിനിമകളും തമ്മിലുള്ള അന്തരം വളരെ നേർത്തതാണെന്നും കഥാഖ്യാനമാണ് പ്രേക്ഷകരെ സ്പർശിക്കുന്നതെന്നും മോഹൻലാൽ പറഞ്ഞു. പഞ്ചാബിലെ കർഷക സംഘടനകളുമായി ഈ മാസം 4-ന് നടത്താനിരുന്ന ചർച്ച കേന്ദ്ര സർക്കാർ റദ്ദാക്കി. ചർച്ചയിൽ പഞ്ചാബ് സർക്കാരിനെ ഒഴിവാക്കണമെന്ന് സംഘടനാ പ്രതിനിധികൾ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനോട് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് തീരുമാനം. നിലപാട് പുനഃപരിശോധിക്കണമെന്ന് മന്ത്രാലയം കർഷക സംഘടനകളോട് ആവശ്യപ്പെട്ടു. 2025-26 എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ചെയർമാനായി BJP MP സഞ്ജയ് ജയ്സ്വാളിനെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള നിയമിച്ചു. 30-അംഗ സമിതിയുടെ കാലാവധി അടുത്ത വർഷം ഏപ്രിലിൽ അവസാനിക്കും. ഒമാനിൽ നടത്താനിരുന്ന ഇറാൻ അമേരിക്ക 4ാം ഘട്ട ആണവ ചർച്ച മാറ്റിവെച്ചു. ആണവ ഉപരോധങ്ങൾ അവസാനിപ്പിക്കുകയും ആണവ പദ്ധതി സമാധാനപരമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്ന തരത്തിൽ ഒരു കരാറിലെത്തുന്നതിനാണ് ഇറാൻ ആഗ്രഹിക്കുന്നതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരാഗ്ചി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഐക്യരാഷ്ട്രസഭയിലെ അടുത്ത US അംബാസഡറായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മൈക്ക് വാൾട്സിനെ നാമനിർദ്ദേശം ചെയ്തു. മുൻ സൈനികനും ട്രംപിന്റെ നിലവിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമാണ് വാൾട്സ്. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്ന കന്നുകാലികളിലെ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് പദ്ധതി 6ാം ഘട്ടത്തിന് ഇന്ന് തുടക്കം. കോഴിക്കോട് ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി ജെ ചിഞ്ചുറാണി സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ഡോക്ടർ ഗിരിജ വ്യാസ് അന്തരിച്ചു. പൊള്ളലേറ്റ് അഹമ്മദാബാദിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയായിരുന്നു അന്ത്യം. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന ഡോക്ടർ ഗിരിജ വ്യാസ് നിരവധി തവണ ലോക്സഭാ MPയും ആയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ വികസന കുതിപ്പിന് കരുത്തു പകരുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നാടിന് സമർപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആന്ധ്രാപ്രദേശിലെ അമരാവതിയിൽ 58,000 കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആരെയും രാജ്യം വെറുതെ വിടില്ലെന്ന് കേന്ദ്രമന്ത്രി അമിത് ഷാ. US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗുമായി സംസാരിച്ചു. സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തിന് പിന്തുണ. വേവ്സ് ഉച്ചകോടിയിൽ പ്രഥമ ആഗോള മാധ്യമ സംവാദം ഇന്ന്.
ഡോക്ടർമാർ രോഗികൾക്ക് ജനറിക് മരുന്നുകൾ മാത്രമേ നിർദ്ദേശിക്കാവൂ എന്ന് സുപ്രീം കോടതി. ഏതെങ്കിലും പ്രത്യേക ബ്രാൻഡ് നിർദ്ദേശിക്കാൻ പാടില്ലെന്നും ഉത്തരവിട്ടു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.